വാർത്ത കാണും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. എന്താണ് ഭാരതത്തിന്റെ എയർ ഇന്ത്യ വൺ? അമേരിക്കയുടെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വണ്ണിനോട് കിടപിടിക്കുന്നതാണ് ഇന്ത്യയുടെ എയർ ഇന്ത്യ വണ്ണ്. അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ പറക്കും വൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ വൈറ്റ് ഹൗസിലുള്ള എല്ലാ സംവിധാനവും വിമാനത്തിലുണ്ട് എന്നാണ് അർത്ഥം. ഇതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒന്നാണ് ഭാരതത്തിൻ്റെ എയർ ഇന്ത്യ വണ്ണ്. പ്രധാനമായും രാഷ്ട്രത്തലവന്മാർക്കായാണ് ഈ വിമാനം വാങ്ങിയത്. നിലവിൽ 2 വിമാനങ്ങളാണ് ഭാരതത്തിനുള്ളത്. ഏകദേശം 190 മില്യൺ 8400 കോടി രൂപ വരും ഈ വിമാനത്തിന്. അത്യാധുനിക സംവിധാനത്തോടു കൂടിയാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക സ്യൂട്ട് റൂമും ഒരു സർജറി വാരം നടത്താൻ ശേഷിയുള്ള മെഡിക്കൽ റൂമും പ്രത്യേക ഡിഫൻസ് സിസ്റ്റങ്ങളും ഈ വിമാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു ന്യൂക്ലിയർ ബോംബിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രോണിക് മാഗ്നറ്റിക് തരംഗങ്ങളെ നേരിടാൻ ശേഷിയുള്ളതാണ് ഈ വിമാനത്തിൻ്റെ പ്രത്യേകത. ആൻറ്റി മിസൈൽ അറ്റാക്കിംഗ് വരെ ഈ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ റഡാർ കണ്ടുപിടിക്കാനും ഇതിൽ സംവിധാനമുണ്ട്. ഈ ഫ്രീക്വൻസി ജാം ചെയ്യാനും തിരിച്ച് അറ്റാക്ക് ചെയ്യാനും വിമാനത്തിൽ സാധിക്കും. അതുപോലെ തന്നെ 238 മൈൽ നീളമുള്ള വയറിംഗ് ആണ് ഈ വിമാനത്തിൻ്റെ പ്രത്യേകത. ഈ വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം നോക്കാനാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എയർഫോഴ്സ് വണ്ണിന് സമാനമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഓൺലൈനായും ഓഫ്ലൈനായും ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും സാധിക്കും. വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പൊതുജനങ്ങളോട് സംബന്ധിക്കുവാൻ സാധിക്കും. ലോകത്ത് ഏത് രാഷ്ട്ര തലവന്മാരോടും വിമാനത്തിൽ ഇരുന്നു കൊണ്ട് സംബന്ധിക്കുവാനും മറ്റുള്ള മീറ്റിങ്ങുകളിലും വീഡിയോ കോൺഫറൻസിംഗുകളിലും യോഗങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. മറ്റാർക്കും ചോർത്താൻ സാധിക്കില്ല. ഈ വിമാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ധനം റീഫിൽ ചെയ്യാതെ 17 മണിക്കൂറോളം പറക്കാൻ സാധിക്കും. അതുപോലെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഉണ്ട്. 17 മണിക്കൂറോളം പറന്ന് ഇന്ധനം റീഫിൽ ചെയ്യാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ഒറ്റ പറക്കൽ കൊണ്ട് എത്തുവാൻ സാധിക്കും. ആകാശത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുവാനുള്ള സംവിധാനവും വിമാനത്തിനുണ്ട്. നിലവിൽ ഈ 2 വിമാനങ്ങളും ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രഗത്ഭരായ 40ഓളം പൈലറ്റുമാരാണ് ഈ വിമാനം നിയന്ത്രിക്കാനുള്ളത്. പ്രധാനമായും ഭാരതത്തിലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നിവരാണ് സഞ്ചരിക്കാറ്. വിമാനത്തിൻ്റെ ഭാഗങ്ങളിൽ ഭാരത് എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും പേര് നൽകിയിട്ടുണ്ട്. വിമാനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുമായി മിനി കോൺഫറൻസ് യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. രാഷ്ട്രത്തലവന്മാരുടെ ഓഫീസിൻ്റെ സമാനമായ രീതിയിലാണ് വിമാനത്തിനുള്ളിലുള്ളത്. സൗകര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എയർഫോഴ്സ് വണ്ണ് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരാണ് ഇത്ര അത്യാധുനിക സംവിധാനമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗം എന്ന നിലയിലും രാഷ്ട്രത്തലവന്മാർ ഇങ്ങനെയുള്ള വിമാനം ഉപയോഗിക്കാറുണ്ട്.